അയ്യോ പാട്ടായിരുന്നാ? സിനിമയല്ലേ? എന്തൊരു കഷ്ടവും നോക്ക്, തീർന്നു. ഞാനേ കാലത്തൊട്ട് എത്ര സിനിമകളാ ഇവിടെ ഇരുന്ന് കാണണെന്ന് അറിയാവോ? കിണ്ണംകെട്ട കള്ളൻ, കുട്ടേട്ടൻ, തസ്കര വീരൻ, മീശമാധവൻ. മീശമാധവല്ല, കള്ള മാധവൻ വന്നിട്ട് രുക്മിണിയുടെ അരിഞ്ഞാണം കക്കണ ഒരു സീനുണ്ട്. ദൈവമേ, എനിക്ക് അടുത്ത ജന്മത്തിലുണ്ടല്ല രുക്മിണിയായിട്ട് ജനിച്ചാ മതി. ഇതൊക്കെ കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തെങ്കിലും നേരം വിളി തന്റെയോളം കള്ളന്മാരുടെ സിനിമ ആണെന്ന്. കള്ളന്മാരെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടം, ഭയങ്കര ക്രൈസാ. ശരിക്കും ഞാൻ കള്ളന്മാരുടെ ഭയങ്കര ഒരു ഫാനാണ് ചേട്ടാ. ശരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആർക്കാന്നറിയോ? കള്ളന്മാർക്കാ. എന്താ കാര്യം? അത് ഈ കട്ട മുതലോണ്ട് ഓടുന്ന സമയത്തുണ്ടല്ല, അവിടെ നിന്ന് പോലീസ്, ഇവിടെ നിന്ന് വീട്ടുകാരി, അവിടെ നിന്ന് നാട്ടുകാരി, എല്ലാരെയും വെട്ടിച്ചുണ്ട് ഓടണ ഒരു ഓട്ടം. ബുദ്ധിയുള്ളവർക്ക് അങ്ങനെ കട്ടണ്ട് ഓടാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവൂലേ ജീവിതത്തില്? ടീച്ചറിന്റെ ആഗ്രഹം എന്താ? എനിക്ക് കുറച്ചും കൂടി നല്ല സിനിമകളൊക്കെ ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അതെ. പ്രസാദിന്റെ ആഗ്രഹം എന്താ? എനിക്ക് ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് ഒരുപാട് ഷോസ് ചെയ്യണമെന്നാണ് ആഗ്രഹം, സ്റ്റേജ് ഷോ. അതെ അല്ലേ? ഹരിച്ചന്റെ ആഗ്രഹം എന്താ? എനിക്ക് വെറുതെ ഒരുപാട് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമാണ് എല്ലാ സ്ഥലങ്ങളിലും. അങ്ങനെയാണോ? അല്ല, ഞങ്ങളുടെ 3 പേരുടെ ആഗ്രഹം ചോദിച്ച് ഞങ്ങൾ പറഞ്ഞല്ല. മോൾക്ക് എന്താണ് ആഗ്രഹം? എനിക്ക് ശരിക്കും പറയല്ലേ, മരിക്കണം മുമ്പല്ലേ ഒരു കിടക്കാച്ച കള്ളന് ജീവനോടെ കാണണം. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛനെ വിളിച്ച് വീട്ടിൽ കൊണ്ട് നിർത്തടി. എന്താണ് വണ്ണം ചേട്ടാ? അണ്ണൻ എന്റെ വയറിനെ കേക്കരുത്. പേഴ്സിന്ന് പൈസ എടുത്താടി. അതൊക്കെ ഞാൻ എപ്പോഴേ അടിച്ചു മാറ്റി. അടിച്ചു മാറ്റിയാ? എടി, ഇന്നലെ വൈകുന്നേരം ജോലി എഴുതി വന്നപ്പോ നിന്റെ ചൂടപ്പം പോലെ ഞാൻ 1000 എണ്ണി തന്നോ. അപ്പൊ നീ എന്താ പറഞ്ഞത്? പിന്നെ വാങ്ങിച്ചോളന്ന്. എന്നിട്ട് നീ അടിച്ചു മാറ്റിയിരിക്കുന്നത് അതെന്താ കാര്യം? എന്തുവാ? അതെ, കയ്യില് മേടിക്കണതിൽ രസമില്ല, അടിച്ചു മാറ്റുമ്പോ അതിലൊരു ത്രില്ലുണ്ട്. എന്റെ പൊന്നു ദൈവമേ, പലതരത്തിലുള്ള ഭ്രാന്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഭ്രാന്ത് ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നത്. കള്ളന്റെ അടുത്ത് ആരാധന, കള്ളന്റെ അടുത്ത് സ്നേഹം, പ്രേമം. അയ്യോ, എനിക്കറിയാം. എന്താ സംഭവം? എന്താ കാര്യം? എന്തുവാ? എന്റെ ചേട്ടാ, നിങ്ങൾക്ക് എന്തുന്നാന്ന്? എന്താ ശ്രദ്ധിച്ച് കേക്കണേ. മണിച്ചത്താഴ് സിനിമയിൽ ഗംഗേരെ ഏതോ ഒരു അമ്മച്ചി പണ്ടങ്ങോ എന്തോ കുറെ കള്ള കഥയൊക്കെ പറഞ്ഞ് ആ കൊച്ചിനെ എല്ലാം പറഞ്ഞ് തിരിച്ച് തെറ്റിച്ച് എന്തെല്ലാം വിഷയമായി കണ്ടല്ലോ. ഇതേപോലെ ഇവളെ ഏതോ ഒരു അമ്മമ്മ ഏതോ കള്ളന്റെ വീരകഥകൾ പറഞ്ഞു കൊടുത്ത് എല്ലാം അടിച്ചു കയറ്റി വെച്ചേക്കോ. എനിക്ക് ജീവിക്കാൻ വയ്യ. എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടു തരണേ പോണേന് മുമ്പ്. എന്റെ അവസ്ഥ ശരി, ഒരു പ്രശ്ന പരിഹാരം കാണണേ. എന്തെങ്കിലും ഒന്ന് ജപിച്ചു തരണം കേട്ടോ. എന്തെങ്കിലും ആ റൂമിലോട്ട് വന്നാൽ ഇത് കഴിഞ്ഞിട്ട് വീടൊക്കെ നോക്ക്. ഈ വീടിന്റെ കാര്യം നീ പറയില്ല. ഞാൻ പുള്ളിയെ അടുത്ത് പറഞ്ഞപ്പോ നിന്റെ മനസ്സിനകത്തുണ്ടായിരുന്നെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം കേട്ടോ. എനിക്ക് നല്ല അടച്ചുറപ്പുള്ള നല്ലൊരു വാർത്ത വീട്ടിൽ താമസിച്ചിരുന്നു. ഇവളെ നിർബന്ധം കൊണ്ട് ആ വീട് ഞാൻ വിറ്റ്. എന്നിട്ട് ഈ ഓടിട്ട വീട് വാടകയ്ക്ക് എടുത്തിരിക്കുക. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ ഇവൾ ഓടി വന്ന് അകത്ത് നിന്ന് കഥകങ്ങ് പൂട്ടും. കഥ തുറക്കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് പറയും മോളിൽ കയറി വന്ന് ഓട് പൊളിച്ച് കയറിൽ. ഇതിങ്ങനെ സ്ഥിരം പറഞ്ഞു ഒരു ദിവസം ഞാൻ ഈ കയറിൽ തൂങ്ങി ഇറങ്ങി മൂക്കിടിച്ച് തറയെ വിഴിഞ്ഞ് ഒരാഴ്ചയാണ് ഞാൻ അവിടെ കൂടെ ഇവിടെ കൂടെ ഒക്കെ നടന്നത്. എന്നിട്ട് ഇവർക്ക് തകയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചേട്ടാ? മീശമാധവനിലെ കള്ളം മാധവനായിട്ടുള്ള ദിലീപേട്ടൻ അങ്ങനെ ഓടി വിളിച്ചല്ലേ അകത്തോട്ട് ഇറങ്ങണത്? എടി, അത് സിനിമാ നടൻ ദിലീപ്, ഇത് പെയിന്റുകാരൻ കണ്ണൻ. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. കൂട്ടിയ കൂടത്തില്ല. ഇനിയെങ്കിലും നീ ഒന്ന് ഒതുങ്ങ്. പെണങ്ങല്ലേ? സന്തോഷമുള്ളൊരു കാര്യം പറയട്ടെ. നിന്റെ അച്ഛനെ കുളിക്കടവിന്ന് പൊക്കിയാ? പിന്നെ സന്തോഷമുള്ള കാര്യം പറഞ്ഞ എന്തെങ്കിലും പറ. അതല്ല, നമുക്ക് ഉണ്ടാവാൻ വേണ കൊച്ചിന് ഞാൻ ഒരു പേര് കണ്ടു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ ചിന്തിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാലേ ആള്, അല്ലാതെ കള്ളനിങ്ങൾ അങ്ങനെ പറയരുത് കേട്ടോ. അതൊക്കെ പോട്ട്. എന്താണ് നമ്മളെ കൊച്ചിന് നീ ഇടാനിരിക്കുന്ന പേരെന്ന് പറഞ്ഞേ? മുള്ളാണി പപ്പൻ. അതാരി? അത് കള്ളമാധവന്റെ ഗുരു. മുട്ടേന്നിരിക്കാത്ത ഇള്ളാപ്പിള്ളക്ക് ഇടാൻ വെച്ചിരിക്കുന്ന പേരാ. ജനിക്കുന്ന കൊച്ചു പെണ്ണാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ സ്വർണ്ണോന്നിടാം. സ്വർണ്ണോ? അതാവുമ്പോ വലുതാവുമ്പോ ആരെങ്കിലും അടിച്ചോണ്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒളിച്ചോടി പോകണേ നമുക്ക് സ്വർണ്ണം കട്ടണ്ടോ എന്ന് പറയാലേ. ഒരു ജോലിയും കൂടി ഇല്ലായിരിക്കുന്ന എന്റെ അടുത്താണ് ഈ സ്വർണ്ണവും കുഞ്ഞിന്റെയും കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവള് മര്യാദയ്ക്ക് കയറി കിടന്ന് ഉറങ്ങാൻ നോക്കും. ഞാൻ ഇതാ പറഞ്ഞു. നിങ്ങൾ എവിടെ പോണേ? നട്ടപ്പാതിരാക്ക്. എടി, ഗൾഫിലുള്ള എന്റെ ഒരു കൂട്ടുകാരൻ നിനക്കറിയില്ലേ, സാബു. അവൻ ലീവിന് വന്നിട്ടുണ്ട്. അടുത്ത ആഴ്ച കല്യാണമാണ്. കല്യാണമൊക്കെ അല്ലേ, ഒന്ന് അവന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം കേട്ടാ. ഞാൻ പോയിട്ട് താ പറഞ്ഞേ. നീ സിനിമയൊന്നും ഇട്ട് കള്ളന്റെ സിനിമയൊന്നും കാണല്ലേ? ഈ കാർഡ്ബോർഡും കഷ്ണം കൊണ്ട് എന്തിനു പോണേ? അവന്റെ വീട്ടിലോട്ട് ഞാൻ ബസ്സിലാണ് പോണത്. എന്നെ ജയിലിൽ വന്ന് കാണണമെന്ന് ആഗ്രഹം വല്ല ഉണ്ട്? ഇല്ലല്ല. നടക്കണ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടാ? ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോന്ന് വാങ്ങിച്ചു വെച്ചോ, ഉപയോഗപ്പെടും. കള്ളന്റെ സിനിമ ഉണ്ടായെങ്കിൽ കാണായിരുന്നു. സിനിമ ഇല്ലെങ്കിൽ വേണ്ട. ഭഗവാനെ, ഏതെങ്കിലും നല്ലൊരു കള്ളനെ സ്വപ്നത്തിലെങ്കിലും കാണിച്ചു തന്നെ.
ദൈവമേ, രാവിലെ ആരെയാ കണി കണ്ടേന്ന് എനിക്ക് അറിഞ്ഞോ. ഇന്ന് ഒരു വീട്ടിൽ നിന്ന് മോട്ടിക്കാൻ പറ്റിയില്ല. ഒരു കോടീശ്വരന്റെ വീട്ടിൽ ആദ്യം ഞാൻ മോട്ടിക്കാൻ ചെന്ന് അവിടെ ചെന്നാ പൈസ ഇല്ല. കാർഡ്, ഗൂഗിൾ പേ. നമ്മൾ ഇങ്ങനെ പോയ കള്ളന്മാര് നമ്മൾ എന്ത് ചെയ്യും? അതും പോട്ട് രണ്ടാമത് ഞാൻ ഒരു വീട്ടിൽ കയറി. ഒരു സിനിമാ നടൻ ബിജുക്കുട്ടന്റെ വീട്ടിൽ. പുള്ളിക്ക് ഉറക്കമില്ല, റീൽസ് ചെയ്യക്കം. നമ്മുടെ വിചാരം എന്തോ മോള് നിർബന്ധിച്ചിട്ടാണ് റീൽസ് ചെയ്യണമെന്ന്. അല്ല, ഈ പുള്ളി കിടന്ന് നിർബന്ധിക്കും, മക്കളെ വാടി റീൽസ് ചെയ്യാന്ന്. കൊച്ചാണെങ്കിൽ ഒരു വീഡിയോ ചെയ്തിട്ട് പോയി കിടന്നുറങ്ങി. ഈ പുള്ളി 50 ടേക്കാണ്. മറ്റേ ഇങ്ങനെ ഉച്ചക്കക്കട ബൂം ബൂം ഉച്ചക്കക്കട ബൂം ബൂമെന്ന് എന്തോരം കമന്റാണ് ആൾക്കാർക്ക് തിരിച്ചിട്ട. എല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടാ. ഇത് ഞാൻ കയറുന്ന 3ാമത്തെ വീടാ. പാവങ്ങളാണ്, ഇവരയിലായിരിക്കും ആവശ്യത്തിന് പൈസ സ്വർണ്ണമൊക്കെ ഉള്ളത് കേട്ടാ. നോക്കട്ടെ, ഇതിവിടെ എന്തോ വിശേഷമുള്ള വീടാണെന്ന് തോന്നുന്നു. താണ്ട പൊറോട്ടയ്ക്ക് മാവ് ഒടിച്ചിട്ടേക്ക്. എന്തായാലും മോഷണം കഴിഞ്ഞ് 2 പൊറോട്ട അടിച്ച് തിന്നിട്ടൊക്കെ പോകാം. എന്തോ എടുക്കോ, ആദ്യം പാത്രം തന്നെ പറക്കിട. 5 കിലോ അരി, കുരുമുളക്, മുളക് പൊടി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. ഇത് പലചരക്കടയല്ലേ? അല്ല. അയ്യോ, കട മാറിപ്പോയി, അമ്മ പറഞ്ഞു വിട്ടതാണ്. ആരാടാ നീ? ഉള്ളിലെ ഫ്രോഡ് ചെയ്യണ സമയമായി. മിണ്ടിപ്പോരുത്. സംസാരിക്കടി. കള്ളന്മാരുടെ സ്വഭാവം കുത്തി കയറ്റിക്കളയും. ആരാന്ന്? കള്ളൻ. കള്ളനാണ്. അയ്യോ, ഞാൻ ഗന്ധർവൻ എന്നല്ല പറഞ്ഞത്, കള്ളനാണ് പറഞ്ഞത്. ഈ പെണ്ണുമ്പിള്ളക്ക് എന്തുവാ? അതെ, കാലൊന്ന് കാണിച്ചാണ്. അപ്പൊ ചങ്ങലക്കിട്ടേക്കുമല്ലോ. അപ്പൊ എന്തെങ്കിലും ഇളുത്ത് വലിച്ചതായിരിക്കുവോ? അതെ, എത്ര നാളായി ഞാൻ കാത്തിരിക്കണെന്ന് അറിയാവോ? ഇന്നല്ലെങ്കിൽ നാളെ ഓടും വിളിച്ചിറങ്ങി നട്ടപ്പാതിരൊക്കെ എന്നെ കാണാൻ വരുന്ന എനിക്കറിയാം. നിങ്ങളുടെ മൂഡ് എന്തുവാ? എനിക്കിത് പിടിക്കണില്ല, ഞാൻ പറഞ്ഞേക്കാം. എന്തെങ്കിലൊക്കെ പറയുന്ന. അല്ല, കള്ളനല്ലേ? എനിക്ക് കള്ളന്മാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ നിങ്ങൾ അങ്ങനെ ഇതുവരെ ഒരു വീട്ടിൽ പോയിട്ട് എന്റെ അടുത്ത് അങ്ങനെ എന്നെ ഒരു സഹോദരനായിട്ട് കാണണം. അയ്യോ, കൂടപ്പുറപ്പേ, സത്യമായിട്ടോ അതെ. എനിക്ക് കള്ളന്മാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. കള്ളന്മാരുടെ ഫാനാണ് ഞാൻ. ചുമ്മാ പറയില്ലേ, നിങ്ങൾ ആൾക്കാരെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ അഭിനയിക്കുമല്ലേ? എനിക്കറിയാം. അയ്യോ, എനിക്ക് അഭിനയിക്കാനൊന്നും അറിയാൻ പാടില്ല. എനിക്കറിയാലോ, അത് റിഹേഴ്സലിനെ മനസ്സിലായി അഭിനയിക്കാറ്. എന്റെ കൂടെ ഫോട്ടോ എടുക്കേട്ടാ. വേണ്ട, ആൾക്കാരെ കാണിച്ചു കൊടുക്കാനല്ലയോ? ആരോടും പറയൂല. എന്റെ ഫോണില് എന്തിനാണ്? അയ്യോ, ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടണ. അയ്യോ ചേട്ടാ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വീട്ടമ്മ എന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നത്. എനിക്ക് എന്തോ അതിശയം പോലെ തോന്നുന്നു. എന്തായാലും വന്നല്ലേ, എന്റെ കള്ളം ചെണ്ടിപ്പ് ഞാൻ എന്താ കൊടുക്കണ? എനിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ മതി. ഇവിടെ എന്ത് ചോദിക്കട്ടെ? ചോറെടുക്കട്ടെ? ചോറ് എന്നിട്ട് പോയാ മതി. ചോറെടുത്തിട്ട് ഒരു കാര്യം ചെയ്യ്, അടുക്കള എടുത്ത് വെച്ചോ. അതെന്താ? ഞാൻ പോയി എടുത്തോളാം. അതെന്താ അങ്ങനെ? ഞാൻ മോട്ടിച്ച് നിന്നാണ് ശീലം. അവിടെ വെച്ചാൽ മതി, എടുത്ത് നിന്നോളാം. അന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ അടുക്കള ചോറെടുത്ത് വെച്ചിട്ട് കൈവിട്ട് വിളിക്കാം, അപ്പൊ വന്നാ മതി. പിന്നെ ബലിക്കാക്കല്ലേ അവിടെ നിന്ന് കൈവിട്ട് വിളിക്കുമ്പോ ഞാൻ അങ്ങ് പറന്നു വരാം. അന്നാ ഒരു കാര്യം ചെയ്യാം. ഇതേ എന്റെ കെട്ടിയവൻ വരുമ്പോ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കണ ഇതാണ്. ഇത് കഴിച്ചോ? എന്തുവാ? ദൈവമേ, ഇതെങ്ങനെ വന്നത്? അതെങ്ങനെ മൂട്ടിയിട്ട് ഇങ്ങനെ കുത്തുമ്പോ ചിലോടെ വന്ന് വീഴും. എന്തോന്ന്? പുട്ടെങ്ങനെ വന്നേന്ന്? പുട്ടല്ല, ഇങ്ങോട്ട് എങ്ങനെ വന്നേന്ന്. ഇങ്ങോട്ട് ഞാൻ ഓട് പൊളിച്ചാണ് ഇറങ്ങിയത്. ചേട്ടന്റെ തമാശ എനിക്ക് ചോദിക്കരുത്. ഞാൻ പോണെന്ന്, ഞാൻ ഇവിടെ നിന്ന് കഴിച്ചോളാം. പിന്നെ നല്ലോണം വലിച്ചു വാരി തിന്നോ. എന്തോരം വീട്ടിൽ പോയി കക്കാനുള്ള നല്ല ആരോഗ്യമൊക്കെ വേണ്ട. ജിമ്മ അതെ, ചേട്ടൻ വന്നല്ല. ചേട്ടാ, എന്തിത്ര നേരത്തെ വന്ന? അയ്യോ, പാത്രം എന്തിത്ര നേരത്തെ വന്നത്? ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ ബസ്സുകാരന്മാരൊക്കെ കൂടി പരസ്പരം കിടന്നിട്ട് ഭയങ്കര അടി. അവിടെ കിടന്ന് പ്രശ്നമായി, വിഷയമായി. അവസാനം പോലീസ് വന്ന് അങ്ങ് അറസ്റ്റ് ചെയ്തു. എന്തും പറഞ്ഞ അറസ്റ്റ് ചെയ്തത്? യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞ അങ്ങ് അറസ്റ്റ് ചെയ്തു. അതല്ലേ? അല്ലാതെ പിന്നെ ഇവള് പാതിരാത്രി എന്റെ ചോദ്യം ചോദിക്കരുത്. എടി, ഞാൻ ബസ്സിൽ കയറിയിരുന്ന് കണ്ടക്ടർ വന്ന് എന്റെ അടുത്ത് എവിടെ പോണെന്നിട്ട് ഞാൻ ടിക്കറ്റ് എടുത്ത്. അപ്പോഴെന്റെ വലത് സൈഡിൽ നിന്ന് ഒരുത്തന്റെ അടുത്ത് എവിടെ പോണെന്ന്. അപ്പോഴാണ് ഞാൻ ഇവനെ ശ്രദ്ധിക്കുന്നത്. എടപ്പള്ളിയിലാ? ഞാൻ ആലുവയിലാണ്. ആണോ? അപ്പൊ ആദ്യം ഇറങ്ങുന്നത് നിങ്ങളാണ്. ഇപ്പുറത്തിരി. നമ്മള് രണ്ടാമത് ഇറങ്ങുള്ളൂ. പിന്നെ ഇവ ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് എന്റെ തോളി ചാഞ്ഞിരുന്ന് അങ്ങ് ഉറക്കമായിരുന്നു കേട്ടോ. ആരാ? എടപ്പള്ളി പോണെന്ന് പറഞ്ഞ് കേറിയ ആള്.
ഇടപ്പള്ളി പോള നീ എന്തുണ്ട് എന്റെ വീട്ടിനകത്ത് വന്നിരിക്കുന്നത്? ഇത് വീടാണോ? പിന്നെ വീടല്ലാതെ എന്നൊരു കൂടാരോ ഇത്? ആണോ? സോറി, ഞാൻ ഭക്ഷണം കരുതി കയറിയതാ. ഞാൻ എനിക്ക് നിന്നെ മനസ്സിലാവില്ല എന്ന് കരുതിയടാ. സത്യം പറടാ, ആടാ നീ? ആടാ നീ? കണ്ണേട്ട, ഇതാണ് കള്ളേട്ടൻ. കണ്ണേട്ടാ? കള്ളേട്ടനോ? ആ. എന്താ സംഭവം? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? നിനക്ക് ഏതെങ്കിലും ഒരു കള്ളനെ ജീവനോടെ കാണണം? അതിന്ന് സഫലീകരിച്ച ആ കള്ളൻ ചേട്ടനാണിത്. കള്ളനാ? എന്നിട്ടാണ് ഇവിടെ ഇവിടെ കത്തി ഇവിടെ എടി, പിടിച്ചു കെട്ടടി. ദേ കത്തി, ദേ കത്തി, കത്തി. എടാ, എടാ, അയ്യോ, അയ്യോ, കുത്തല്. പാവം ചേട്ടനാന്ന്. ഇവനെ കണ്ടാറി എന്നോട് നിങ്ങളുടെ ഇവൻ പഠിച്ച കള്ളനാണ്. ആരാ പഠിച്ച കള്ളൻ? ഞാൻ സ്കൂളിന്റെ പടിവാതിൽ പോലും കണ്ടിട്ടില്ല. അവൻ പറയണ പഠിച്ച കള്ളനെന്ന്. സോറി മൈ മിസ്റ്റേക്ക്. ഞാൻ പറഞ്ഞില്ലേ, എന്നോട് എല്ലാ കഥയും പറഞ്ഞായിരുന്നു വന്നപ്പോ തന്നെ. ഇവൻ പറഞ്ഞ കഥയില്ലേ? എടി കള്ളക്കഥയായിരിക്കും. കള്ളന്മാര് പറഞ്ഞ കള്ളക്കഥ. എടാ, കള്ളനാവുമ്പോ കള്ളക്കഥ പറയും. നല്ല കഥയാണെങ്കിൽ എനിക്ക് ജിത്തു ജോസഫിന്റെ അടുത്ത് പോയി പറഞ്ഞാ പോരെ. മൈ മിസ്റ്റേക്ക്. അംഗീകരിക്കണം. എന്തുന്നാന്ന്? നാളെ രാവിലെ ഇവനെ നമുക്ക് സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചാലേ. ഇവൻ വിദ്യാഭ്യാസം ഇല്ലാന്ന് പറയുന്നുണ്ട്. അത് നല്ല ഐഡിയ ആയിരിക്കും. അംഗനവാടിയിൽ വിടാ, അധ്യാക്ഷരം പഠിക്കട്ടെ. പറയാനാണ്. അതെ, എന്താ നിങ്ങളുടെ ജോലി? അതിന് പറയാനും വേണ്ട ജോലിയും കൂലിയൊന്നുമില്ല. അതാ മിണ്ടാണ്ടിരിക്കണം. ഞാൻ പറയും. ഞാൻ പോലീസിനെ വിളിക്കോടി. ഒരു കാര്യം ചെയ്യോ, കമ്പിപ്പാര എടുത്തോണ്ട് എന്നോട് വാ, 500 തരാന്ന് ഡെയിലി. എന്നെ വീട്ടിൽ വന്നിരുന്നു. ചേട്ടാ, നീയാണ് ഇതിന് മൊത്തം കാരണക്കാരൻ. എടാ, നീ ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി അവസരം മുതലാക്കാൻ. ആര് പറഞ്ഞു? എവരാണ് വിളിച്ചെനിക്കിത് തന്നത്? വിശക്കണത് ചേച്ചി ഇച്ചിരി ചോറതാന്നും പറഞ്ഞ് ഇപ്പൊ കയറി വന്ന് നിങ്ങളുടെ ഇരുന്നേള്. എടി, ഇതൊക്കെ ഇവന്റെ അഭിനയമാണെന്ന്. എടാ, നീ ഇവളെ പറ്റിച്ചോലെ എന്നെ പറ്റിക്കാൻ നോക്കണ്ടടാ. നിന്നെ ഞാൻ ശരിയാക്കി തരടാ. ഇപ്പൊ ശരിയാക്കി തരടാ. അങ്ങനെ ദേഷ്യപ്പെടല്. തീരെ വയ്യ. നിനക്ക് തീരെയല്ല, നിനക്ക് ഒട്ടും വയ്യ. അതല്ല, എന്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാണ്ടല്ലേ എനിക്കാണെങ്കിൽ ഫിക്സ് വരും, തലവേദന വരും, കാലുവേദന വരും. നീ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യടാ. ഫിക്സ് എന്താണ് ഫിക്സ് വരും എന്നുള്ളത്? ഫിക്സ്. ടാറ്റ പറഞ്ഞു. തമന്നേര ഡാൻസ്. കള്ളേട്ട സെറ്റായി. ഇതെന്തിന്റെ താക്കോലാ? അലമാരുടെ ലോക്കറിന്റെ. കഴിഞ്ഞില്ല, തുടങ്ങാൻ പോണേ ഉള്ളു. കത്തി എവിടെ? കത്തിയെടുത്ത് കൊടുക്കല്ലേ. എന്താണ് കൂടപ്പുറപ്പേ? പെങ്ങളെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ചവിട്ടി ഇറക്കി. അവിടെ കൂടെ വീട്ടിൽ പോ, രണ്ടു കൂടി ഇറക്കുന്നത് അനങ്ങരുത്. എന്തെങ്കിലും സംസാരിച്ചോട്ടെ. എന്തെങ്കിലും സംസാരിച്ചോ. ഈ തുറക്കുന്ന പോർഷൻ ഡ്രൈ ആണ്. അവിടെ എന്തെങ്കിലും സംസാരിച്ചോ. നിന്റെ ഗസ്റ്റ് എന്നല്ലേ നീ പറഞ്ഞത്? അവന്റെ ഗസ്റ്റ് അപ്പിയറൻസ് കണ്ടാ നീ? എടി, നാണം ഉണ്ടോ? നീ ഒരൊറ്റ ഇത്രയും ഒരു വലിയ മോഷണത്തിന് സഹായിച്ച ഈ പെങ്ങൾക്കും ആങ്ങളയ്ക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വിട വാങ്ങുന്നു. അറിയില്ലടി, എത്ര കത്തിക്കുത്ത് ഞാൻ കണ്ടിരിക്കുന്നു. നീ വളരെ മോശമല്ലേ കുത്തും. ഇവിടെ കുത്തൂടെ? കയറ്റി കളയും. കുത്തടാ നീ. നിന്നെ ഞാൻ കുത്ത. കണ്ണൻ ചേട്ടാ, അപ്പൊ ചേട്ടനും കള്ളനായിരുന്നു. എടി, ഇതെന്റെ കൂട്ടുകാരൻ സാബു. ഞാൻ നിന്നെ നേരത്തെ പറഞ്ഞില്ലേ, കല്യാണം ഗൾഫിൽ നിന്ന് വന്ന് നീ കണ്ടിട്ടില്ല. ഞാനും കള്ളനല്ല, ഇവനും കള്ളനല്ല, ചുമ്മാ കള്ളനെന്ന് പോലും. ഞാൻ നിന്റെ ഈ പ്രാന്തി എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു, ഒറിജിനൽ കള്ളം വന്നു കഴിഞ്ഞാൽ ഇത് ഈ കത്തിയടിച്ച് ഇങ്ങനെ കാണിക്കൂല, കുത്തും, തലയ്ക്ക് മണ്ടയൊക്കെ അടിച്ച് പൊളിക്കും. ഞാനായോണ്ടാണ് ഒന്നും ചെയ്യാത്ത. ഒറിജിനൽ കള്ളനായ കുത്തിയാനെ. ഇത് നിന്നെ ബോധ്യപ്പെടുത്താൻ നിന്റെ ഈ പ്രാന്ത് മാറൂലെന്ന് ഇവ എന്റെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ടല്ലേ ഈ സംഭവം. അപ്പൊ അടുത്ത ആഴ്ച കല്യാണമാണ്, അങ്ങ് വന്നേക്കണം കേട്ടോ. നമുക്ക് ഞാനും കൂടെ വരാം. അയ്യോ കണ്ണൻ ചേട്ടാ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? സാബു ചേട്ടൻ വന്നപ്പോഴേ ഒരുമിച്ചൊരു ഫോട്ടോ എടുത്തായിരുന്നേ. ഞാൻ അത് 10-300 പേരുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട്. അത് അവരും എല്ലാരും കൂടി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത്. നീ എന്ത് പറഞ്ഞു കേട്ടത്? ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്ന കള്ളനെന്ന്. അയ്യോ അടുത്ത ആഴ്ച എന്റെ കല്യാണമാണ്. നോക്ക്, ഫേസ്ബുക്കിലൊക്കെ വന്നടാ. കമന്റ് കമന്റ് കണ്ട. ഇവൻ ഇങ്ങനെ ആവുള്ളൂ, ഇതെനിക്ക് കുഞ്ഞുനാളിലേ അറിയാം.
ഇതാര് പറഞ്ഞത്? നമ്മളെ കണക്ക് പഠിപ്പിച്ച മാഷ്. അയ്യോ സുധാരൻ മാഷ് വരെ അറിഞ്ഞേ. ഒരു മിനിറ്റ്, ഒരു അർജന്റായിട്ട് ഒരു കോള് വരുന്നു. അർജുൻ ചേട്ടൻ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൊള്ളറല്ലേ കലിപ്പാവും. അർജന്റ് കോളെന്നല്ല പറഞ്ഞേ, അർജന്റായിട്ട് ഒരു കോള് വരുന്നെന്ന്. ഹലോ ഓമ, ഓമ, ഓമ. ഒബാമേ? ഓമാമയല്ല, പെണ്ണിന്റെ അച്ഛനെന്ന്. ഓമാമ. ഓ അയ്യോ, അവിടെ അച്ഛൻ പറയുവാന്നേ, കള്ളന് ഞാൻ എങ്ങനെ പെണ്ണ് കെട്ടിച്ചു കൊടുക്കും, അങ്ങോട്ട് വന്ന മുട്ടുകാല് തല്ലി ഓടിക്കുമെന്ന്. എന്റെ കല്യാണം മുടങ്ങി. എല്ലാം നിന്റെ ഈ ഒടുക്കത്തെ ഭ്രാന്തിയാണോ? നീ സിനിമ കണ്ട് നിന്റെ തീർന്ന നിനക്ക് സമാധാനമായ? കുഴപ്പമില്ല, നിങ്ങൾ അങ്ങനെ അടിയും പിടിയൊന്നും കൂടണ്ട, സന്തോഷത്തോടെ ഇരിക്കേ. അല്ല സാബു, നീ പോവാണ? പോവാ. നീ ആ മാല എന്നിട്ടോടാ നമ്മളെ. ഈ മാലയോ? എടാ ഞാൻ ഇവിടെ വന്ന് കേറിയപ്പോ സാബുവായിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി കള്ളനാക്കിയില്ലേടാ എന്നെ. എന്റെ കന്നി മോഷണം നിന്റെ ഈ വീട്ടിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ. എടാ കള്ളം സാബു, കള്ളൻ സാബു. എടാ ഇവിടെ ആരും കള്ളനായിട്ട് ജനിക്കുന്നില്ല, സമൂഹമാണ് അവരെ കള്ളനാക്കുന്നത്.